സ്ഥാപിതമായിരിക്കുന്ന കാവൽപിതാവാണ് പരിശുദ്ധ ഗീവർഗീസ്. പരിശുദ്ധ ഗീവർഗീസയുടെ പെരുന്നാൾ മലങ്കര സഭയാകുമാനം ആചരിക്കുക. നമ്മുടെ ഈ കൊച്ചു ദേവാലയവും പുണ്യവാന്റെ പെരുന്നാൾ ആചരിക്കുക. AD 280 പാലസ്തീനിലെ ലിഡ അല്ലെങ്കിൽ ദിയോപോലീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഗീവർഗീസ് എന്ന ബാലൻ 17ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ ചേരുവാനുള്ള കാരണം തൻ്റെ പിതാവ് അന്നത്തെ രാജാവായ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാള മേധാവിയായിരുന്നു. തൻ്റെ പിതാവിൻ്റെ മരണം മൂലം ആ ഒഴിവിലേക്ക് 17ാം വയസ്സിൽ പട്ടാളത്തിലേക്ക് മിലിറ്ററിയിലേക്ക് ചേരേണ്ടി വന്നു ഗീവർഗീസ് എന്ന ബാലൻ. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്തീയ മക്കളെ പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും തുനിയുമ്പോൾ അതിൽ മനംനൊന്ത് തൻ്റെ ജോലി രാജിവെച്ച് പിൻവാങ്ങുന്ന ഗീവർഗീസിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ ജോലി രാജിവെച്ച് പിൻവാങ്ങിയ നാൾ മുതൽ അദ്ദേഹത്തിനും ക്രൂര പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അങ്ങനെ രാജാവിൻ്റെ കൊടിയ പീഡനങ്ങളാൽ AD 303 ഈ ലോകത്തോട് 23ാം വയസ്സിൽ വിട പറയുമ്പോൾ 1 നൂറ്റാണ്ടിനപ്പുറം ചെയ്യേണ്ട നന്മകൾ ചെയ്ത് നല്ല മാതൃകകളെ ലോകത്തിന് കാട്ടിത്തന്ന് കടന്നുപോയ ഒരു പുണ്യവാന്റെ, ഒരു അൽമായ നേതാവിൻ്റെ പെരുന്നാളാണ് നാം ആചരിക്കുന്നത്. അതുകൊണ്ട് ആ പെരുന്നാൾ, ആ പുണ്യവാന്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലായിരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പത്രോസ് ലീഗ യേശു തമ്പുരാനോട് പറഞ്ഞ ആ വാചകത്തിന്റെ ആദ്യ വാക്യമാണ് ഇന്നത്തെ കൂട്ടായ ചിന്തയ്ക്ക് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് ഏറെ നന്ന്. പത്രോസ് ലീഗ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് ഏറെ നന്ന്. ഇതെവിടെ വെച്ച് പറയുന്നതെന്ന് പറയാം? എവിടെ വെച്ച് പറയുന്നതെന്ന് പറയാമോ? മറുരൂപമലയിൽ തേജസ്കരണ സമയത്ത് തേജസ്സൊക്കെ കണ്ട് അല്ലേ? ആരൊക്കെയാ? യേശു തമ്പുരാനും കൂടെ 2 പേരുണ്ടായിരുന്നു. ഭരണി തൈലവുമായി, പരിമള തൈലവുമായി കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ടവരെ, ആ 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. നിങ്ങൾ വേദപുസ്തകം നോക്കി എൻ്റെ മുഖത്തോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കില്ല, കുഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് നോക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേർച്ചകൾ കൊടുക്കുന്നുണ്ട്, എൻ്റെ പേരുകൾ വരണം, നോട്ടീസിൽ അച്ചടിച്ചു വരണം. ഇവിടെയല്ല, എൻ്റെ നാട്ടിൽ ആലഞ്ചിലൊക്കെ ഞാൻ അങ്ങ് എഴുതി, ചില സിനിമകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ആദ്യം എഴുതി കാണിക്കും കഥയും കഥാപാത്രങ്ങളും. കേട്ടിട്ടില്ലയോ? ഞങ്ങളൊന്നും സിനിമ കാണുന്നവരല്ല. എന്തുവാ? കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രം. അതുകൊണ്ട് യാദൃശ്ചികമായ എന്തെങ്കിലും കഥകളോ എന്തെങ്കിലും ഉപമകളോ പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ കാര്യമാ പറയുന്നത്, ആലഞ്ചേരിലെ കാര്യമാ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക, നോട്ടീസിൽ പേര് വരണം, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ പേര് ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ പാപിയായ സ്ത്രീ യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന് ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെ ചെയ്ത്? അവൾ ചെയ്യാനുള്ളതെല്ലാം കർത്താവിന് ചെയ്യുകയാണ്. ഒരു പേര് വരാനോ ബഹളം കാണിക്കാനോ കൊട്ടിഘോഷം നടത്താനോ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനോ ഒന്നുമല്ല. അവൾ ചെയ്തു പോയ പാപങ്ങൾ, കുറവുകൾ, അതിന്റെ പ്രായശ്ചിത്തമായിട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് കൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തുടച്ച്, പരിമളം കൊണ്ട് കാലുകൾ തൈലം കൊണ്ട് പൂശുമ്പോൾ ഓർക്കുക,
നമ്മുടെ ദേവാലയത്തിലെ കടന്നുവരവും നമ്മുടെ സമർപ്പണവും എപ്രകാരമാണ് എന്ന് നാം ഒന്ന് വിലയിരുത്തുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട്